നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ, വിശകലനങ്ങൾ, പ്രതികരണങ്ങൾ ഏതൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നത്? അത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചിട്ടാണ്. CAA, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, NRC എന്ന് പറയുന്ന ഒരു കാര്യവും ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി കേൾക്കാറുണ്ട്. ഒരു 4 വർഷം മുൻപ് അമിത്ഷാ ഒരു വേദിയിൽ ഈ CAA കുറിച്ചിട്ടും NRCയെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉണ്ടായത്. ഈ പൗരത്വ ഭേദഗതി നിയമം, NRC, ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അലെക്സ്പ്ലെയിൻ പോലെയുള്ള ചാനലുകളാണ് ആശ്രയിക്കേണ്ടത്. ഇവിടെ ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ചില ഒപ്പീനിയൻസ് അതിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അക്കാഡമിക് പർപ്പസിന് വേണ്ടി ഈ ഒരു കാര്യം അറിയാൻ, പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അലെക്സ്പ്ലെയിൻ പോലെയുള്ള ചാനലുകൾ ആശ്രയിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഈ CAA, NRC, ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ ചർച്ചകൾ കേൾക്കുന്ന സമയത്ത് രണ്ട് പക്ഷത്തായിട്ട് നമുക്ക് ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നിഷ്പക്ഷമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സംഗതിയാണ്. ഈ രണ്ട് പക്ഷത്ത് നിന്നിട്ട് ആളുകൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ആർക്കാണ് അതിൻ്റെ ഒരു ലാഭം ഉണ്ടാവുന്നത്? ഈ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ ഒരു കാര്യം പാസ്സാക്കിയ ആളുകൾക്കാണ് അതിൻ്റെ ലാഭം ഉണ്ടാവുന്നത്. BJPക്കാണ് ഈ ഒരു മൊമെൻറ്റിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ലാഭം നേടാൻ പറ്റുന്നത്. ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കണ്ണും പൂട്ടി എതിർക്കുന്നവരുടെ പക്ഷത്താണോ ഞാൻ? കണ്ണും പൂട്ടി എതിർക്കുന്നവരുടെ പക്ഷത്ത് എനിക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. കുറച്ച് ആളുകൾക്ക് പൗരത്വം കിട്ടുന്നതിൽ ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി കണ്ണും പൂട്ടി ഇതിനെ അനുകൂലിക്കുന്ന ആളുകളുടെ പക്ഷത്താണോ ഞാൻ നിൽക്കുന്നത്? അല്ല. എനിക്ക് കണ്ണും പൂട്ടി അതിനെ അനുകൂലിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോവേണ്ടതുണ്ട്. എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഇന്ത്യയിലേത് എന്നുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരു തെറ്റ് പോലും വരാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ വാക്കുകളല്ലാത്തത് ഞാൻ ആശ്രയിക്കുന്നത്. പൗരത്വ ഭേദഗതി ആക്ട് 2019 പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടങ്ങളിലെ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനന്മാർ, പാർസികൾ, ക്രിസ്ത്യാനികൾ എന്നിവരടങ്ങുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നത് എളുപ്പമാക്കുന്നതിന് 1955 ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. ഇപ്പോൾ വായിച്ച ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, അതിൽ നിന്ന് തന്നെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഇന്ത്യക്കാരന്, മതവർഗീയ ചിന്തകളൊന്നും ഇല്ലാത്ത ഇന്ത്യക്കാരന് ചില ഡൗട്ടുകൾ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ആദ്യം ഈ 3 രാജ്യങ്ങളെ മാത്രം എടുത്തു പറയുന്നു? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. ഈ 3 രാജ്യങ്ങളിൽ നിന്ന് റിലീജിയസ് പെർസിക്യൂഷൻ വഴി ബുദ്ധിമുട്ട് അനുഭവിച്ച് വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നു. ഈ 3 രാജ്യങ്ങൾക്ക് എന്താണ് പ്രത്യേകത ഉള്ളത്? ബംഗ്ലാദേശ് വലിയ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ പാകിസ്ഥാൻ മുസ്ലിം രാജ്യമാണ്, അഫ്ഗാനിസ്ഥാൻ മുസ്ലിം രാജ്യമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് വന്ന ആളുകൾക്ക് ഈ പൗരത്വം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ നേപ്പാളുണ്ട്, മ്യാൻമറുണ്ട്, ഭൂട്ടാനുണ്ട്, ശ്രീലങ്കയുണ്ട്. അവിടെ നിന്ന് ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട്, അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുണ്ട്. അവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഈ ഒരു ഇലക്ഷനോടടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് കൊട്ടിഘോഷിക്കുന്നത്? ഇനി അതിന്റെ അടുത്ത പാരഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ 2014 ഡിസംബർ 31 അതിനു മുൻപോ ഇന്ത്യയിൽ പ്രവേശിച്ച ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ അനധികൃത കുടിയേറ്റക്കാരായി കരുതുന്നതിൽ നിന്നും ഈ നിയമം ഒഴിവാക്കുന്നു. അവർ ഇന്ത്യൻ പൗരത്വത്തിനായി ഇന്ത്യയിൽ താമസിക്കേണ്ടതിന്റെ കുറഞ്ഞ കാലാവധി 11 വർഷം എന്നതിൽ നിന്നും 5 വർഷമായി കുറയ്ക്കാൻ ഈ നിയമം അനുവദിക്കുന്നു. ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും അടുത്ത സംശയം തോന്നുകയാണ്. റിലീജിയസ് പെർസിക്യൂഷൻ വഴി ഈ രാജ്യങ്ങളിൽ നിന്ന് വന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, പാർസികൾ, സിഖുകാർ, ജൈനമതക്കാർ, അവരെ മാത്രം പരിഗണിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അവിടെ മുസ്ലിമായിട്ട് അവർ കൺസിഡർ ചെയ്യാത്ത, റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന അഹമ്മദിയ മുസ്ലിംസ് അടക്കമുള്ള ആളുകൾ ഇങ്ങടേക്ക് വരുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകാനായിട്ട് വേറെ ചില നടപടികൾ, അല്ലെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഇതിനകത്ത് എന്തുകൊണ്ട് മെൻഷൻ ചെയ്യുന്നില്ല? ഇതാണ് മറ്റൊരു ഡൗട്ട്. ഇനിയിപ്പോൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ബില്ലിന്റെ ഉടനടി ഉപഭോക്താക്കൾ IB രേഖകൾ പ്രകാരം വെറും 30,000 ആളുകളാണ്. ഇതാദ്യമായാണ് ഇന്ത്യയിൽ പൗരത്വത്തിന്റെ വ്യവസ്ഥകളിൽ മതപരിഗണന ഉൾപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ പൗരത്വ ഭേദഗതി നിയമത്തെ വീണ്ടും സംശയത്തിന്റെ കണ്ണിൽ കൂടെ നോക്കേണ്ടി വരും. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ഒരാൾക്ക് പൗരത്വം കിട്ടുന്നത് എന്നുള്ളതാണ്. അതിങ്ങനെ 5 വഴികളിൽ കൂടെയാണ്. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, സിറ്റിസൺഷിപ്പ് ബൈ ഡിസെന്റ്, സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ, സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ, സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഈ 5 കാര്യങ്ങൾ വഴിയാണ് ഇന്ത്യയിൽ പൗരത്വം നിർണ്ണയിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും മതത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നു.
അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമായി സാധാരണ ഒരു ഇന്ത്യക്കാരന് തോന്നും. എന്നാൽ മോഡി, അമിത്ഷാ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അവിടെ വേറൊരു കാര്യം പറഞ്ഞ് ന്യായീകരിക്കും. ആർട്ടിക്കിൾ 15 അവിടേക്ക് എടുത്തു വയ്ക്കും. ഇത് സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗനിസ്റ്റ് എനി സിറ്റിസൺ ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം. ഇത് വായിച്ചിട്ട് ഇവർ നമുക്ക് പറഞ്ഞു തരും സിറ്റിസൺ എന്നുള്ളതല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ പൗരനാണ്. ബാക്കിയുള്ള ആൾക്കാർ അഭയാർത്ഥികൾ, ഫോറിൻ നാഷണൽസ് ആണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഭരണഘടനയുടെ ഒരു ആനുകൂല്യം പൗരനാക്കിയതിന് ശേഷം കൊടുത്താൽ മതി. അവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തരംതിരിക്കാം, മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഇഷ്ടത്തിന് തരംതിരിക്കാം. ഈ ഒരു കാര്യം നമ്മളുടെ മുൻപിലേക്ക് എടുത്തിടും. അവിടെയും വീണ്ടും നമ്മളുടെ രാജ്യത്തിന്റെ അഭയാർത്ഥികളോടുള്ള സമീപനം, കാലങ്ങളായിട്ടുള്ള സമീപനത്തെ കുറിച്ചിട്ട് വീണ്ടും ഓർക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തരംതിരിച്ചിട്ടുള്ള ആളുകൾ അല്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് പൗരത്വം കൊടുക്കുന്ന സമയത്ത്, റിലീജിയസ് പെർസിക്യൂഷൻ വഴി അവിടെ നിന്ന് വന്ന ഒരാൾക്ക് പൗരത്വം കൊടുക്കുന്ന സമയത്ത് ഈ മതത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും ഒരു പൗരത്വത്തിന് അർഹനല്ലാത്ത ഒരു വ്യക്തിയാവുകയും ഇല്ലീഗൽ സ്റ്റാറ്റസിലേക്ക് പോവുകയും ചെയ്യും. ഇത് നമ്മൾ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചിട്ട് പറഞ്ഞാണ്. ഇത് ഒരു സാധാരണ ഇന്ത്യക്കാരന് സ്വാഭാവികമായി തോന്നുന്ന ചില സംശയങ്ങളാണ്. ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള 10-30,000 ആൾക്കാരുണ്ട്. അവരെവിടെ നിന്ന് വന്ന ആൾക്കാരാണ്, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ആൾക്കാരാണ്. ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ മതങ്ങളിലുള്ള ആളുകൾ, മുസ്ലിം അല്ലാത്ത ആളുകൾ. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഡൽഹിയിലൊക്കെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നത് കണ്ടു. ഈ അഭയാർത്ഥികൾക്ക് പൗരത്വം ലഭിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം അവർ ലീഗൽ സ്റ്റാറ്റസിലേക്ക് വരികയാണ്, അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഇവർക്ക് ഈ പൗരത്വം കിട്ടുന്നത് കൊണ്ട് നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എന്ന് പറയാനും പറ്റില്ല. പക്ഷേ എന്തിനാണ് ഇലക്ഷൻ്റെ തൊട്ട് മുൻപ് ഈ കഴിഞ്ഞ 4 വർഷങ്ങളിൽ പൂട്ടിവെച്ചിരുന്ന ഒരു സാധനം എടുത്ത് വീണ്ടും ഇടുന്നത്? അതേപോലെ കോടതി നടപടികളിൽ പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ ധൃതി പിടിച്ച് ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇറക്കുകയാണ്. ഇവിടെ BJP ഉദ്ദേശിക്കുന്നത് ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ, അതും ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ, ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലുള്ള ആളുകൾ, അവർക്കൊക്കെ പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ അത് BJPക്ക് ഗുണകരമാണ്. പൗരത്വ ഭേദഗതി നിയമം വഴി പൗരത്വം നേടാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വന്ന ആരും കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ ധൈര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, ഇവിടെ CAA നടപ്പിലാക്കില്ല. പക്ഷെ അങ്ങനെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട്. NRC എന്ന് പറയുന്ന ഒരു കാര്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ചില സംശയങ്ങൾ വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. അപ്പോൾ അവിടെ നമുക്ക് സിറ്റിസൺഷിപ്പ് തെളിയിക്കേണ്ടി വരില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾക്ക് തോന്നുന്നത്. ആസാമിൽ NRC വന്നപ്പോൾ ഒരു വലിയ കൂട്ടം ആളുകൾ, അതിപ്പോൾ ഈ മുസ്ലിംസ് മാത്രമല്ല ഹിന്ദുക്കൾ അടക്കമുള്ള ആളുകൾ അതിന് പുറത്തേക്ക് പോയി. പിന്നീട് അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളിച്ചത്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, അതും പല ഭൂപ്രകൃതിയുള്ള ഒരു രാജ്യമാണ്, പല ദേശത്ത് പല ആളുകൾ താമസിക്കുന്ന വികസിതമല്ലാത്ത പല ഏരിയകളുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ ഒരു രാജ്യത്ത് സിറ്റിസൺഷിപ്പ് തെളിയിക്കാനായിട്ട് ആളുകളോട് പറയുന്ന സമയത്ത് എത്ര ആളുകൾക്ക് അത് തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ കയ്യിലുണ്ടാകും എന്നുള്ളത് ചോദ്യമാണ്. അത്തരത്തിലുള്ള ഭീതിജനകമായിട്ടുള്ള കാര്യത്തെ മുൻനിർത്തിയാണ് ഞങ്ങൾ CAA നടപ്പിലാക്കില്ല എന്നൊക്കെ ഇവിടെയുള്ള മന്ത്രിമാരൊക്കെ പറയുന്നത്. CAA എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൗരത്വം എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ട് ശരിക്കും സ്റ്റേറ്റിന് വലിയ ബന്ധമൊന്നുമില്ല, നമ്മുടെ സംസ്ഥാനത്തിന് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ NRCയുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അതിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും എന്നെപ്പോലെ ഒരു വ്യക്തി ഏത് സ്റ്റാൻഡാണ് എടുക്കേണ്ടത്? എനിക്ക് വ്യക്തതയില്ലാത്ത ഒരു കാര്യത്തിൽ, എനിക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ വർഗീയമായിട്ടുള്ള വേർതിരിവുണ്ട് എന്ന് തോന്നിയ ഒരു കാര്യത്തിൽ ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അതിനോടൊപ്പം അമിത്ഷാ, മോഡി ഇങ്ങനെയുള്ള 2 വ്യക്തികൾ ഇലക്ഷന് തൊട്ട് മുൻപ് ഇതിനെക്കുറിച്ചിട്ട് വലിയ പ്രചാരണം നടത്തി ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ ഒട്ടും യോജിക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി വിട്ടേക്കാം, ഇതെല്ലാം വിട്ടേക്കാം. ഇതിനെക്കുറിച്ചിട്ട് വലിയ അറിവുള്ള ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് വലിയ നെടുനീളൻ ക്ലാസ്സുകൾ എടുക്കും. ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകളൊക്കെ ജനൻ TV-യിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ ആളുകൾ ക്ലാസ് എടുക്കാനുള്ള ഒരു സാഹചര്യത്തിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, സംഘ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PhD എടുത്തിട്ടുള്ള ആളുകൾ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്നതിനൊക്കെ എന്ത് വാല്യൂ? ഈ ഒരു കാര്യം ഇവിടെ എടുത്തിട്ട് ഇതൊരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു ന്യൂനപക്ഷ പ്രശ്നമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ BJPക്കാണ് അതിൻ്റെ ബെനഫിറ്റ്. ഈ മൃദുസംഖ്യകളെ ഇങ്ങനെ തീവ്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് അനിയന്ത്രിതമായിട്ടുള്ള ഭരണ തുടർച്ച കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. ഇവിടെ ഇപ്പോഴും ഈ എല്ലാ ഹിന്ദുക്കളും സംഘികളല്ല എന്നുള്ള ഒരു വലിയ റിയാലിറ്റി കൊണ്ടാണ്
ഇന്ത്യയൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്, അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ ഹിന്ദുക്കളെ സംഘിയാക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിം ഹിന്ദു വേർതിരിവൊക്കെ വരുന്നത്. ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളെ മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കൊല്ലത്ത് പിണറായി വിജയൻ, അതായത് CAA ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം. മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്ത് ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ, പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യക്കാരല്ലാത്ത പൗരന്മാരെ ഇതിന്റെ ഭാഗമായിട്ട്, CAAയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ്, കൊല്ലം ജില്ലയിൽ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും പരിശോധിക്കാം. CAA നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ഒരു ജയിൽ തുടങ്ങിയത് കേരളത്തിലാണ്. ആദ്യം CAA നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും. ഇത്ര ബോധമില്ലാത്ത ഒരുത്തനൊക്കെയാണ് ഈ BJPയുടെ തലപ്പത്തിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്താണ്? കൊല്ലത്തുള്ള സ്ഥാപനം എന്താണ്? ഇന്ത്യയിൽ ഈ വിസയൊക്കെ എക്സ്പയർ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, ഓവർ സ്റ്റേ ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ പെടുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ള അന്യ രാജ്യക്കാരെ പാർപ്പിക്കാൻ വേണ്ടിയുള്ള ഷെൽട്ടറാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ സാധനം. അത് ഉള്ളിലെ ആഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതായിരിക്കാം സുരേന്ദ്രന്. അതിനാണ് ഇയാൾ മറ്റേ കോൺസെൻട്രേഷൻ ക്യാമ്പാണെന്നൊക്കെ പറയുന്നത്. ഇമാതിരി വിഡ്ഢികളെയൊക്കെ ഇതിൻ്റെ തലപ്പത്ത് കയറ്റി വെക്കുന്നത് കൊണ്ടും ഇമാതിരി വിഡ്ഢി കോമരങ്ങളുടെ വാട്സപ്പ് ഫോർവേഡുകൾ വായിക്കുന്നത് കൊണ്ടുമാണ് ഇത്രമാത്രം വർഗീയമായിട്ടുള്ള ചിന്താഗതികൾ നാട്ടിൽ വരുന്നത്. ഈ സംഖ്യകൾക്ക് എന്തറിയാം? CAA, NRC അതിനെക്കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഇല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് മുസ്ലിം രാജ്യത്ത് ഉള്ള നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മോഡിജി കൊണ്ടുവന്ന സ്വപ്ന പദ്ധതിയാണ്. അവനത്ര മതി. അതേപോലെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ. മുസ്ലിങ്ങൾ നമ്മൾ വലിയ രീതിയിൽ അടുപ്പിക്കുന്നില്ല. അവൻ അത്ര മതി. അവൻ പെട്ടെന്ന് എടുത്ത് നോക്കുന്നു. ക്രിസ്ത്യൻ, സിഖ്, ജൈന, അതേപോലെ തന്നെ പാഴ്സി, മുസ്ലിങ്ങൾ അടുപ്പിക്കുന്നില്ല. അതിനാണ് ഈ സപ്പോർട്ട് മുഴുവൻ. അല്ലാതെ ഈ ഭരണഘടന അതിനകത്ത് ആർട്ടിക്കിൾ 5 തൊട്ട് 11 അമ്മമാർ വല്ലതും വായിച്ചിട്ടുണ്ടോ? അവർക്ക് വല്ല ഐഡിയ ഉണ്ടോ ഇതിനെ കുറിച്ചിട്ട്? ഇയാളുടെ കൂടുതൽ വിഡിത്തരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ അവരുടെ വരവാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PhD എടുത്തിട്ടുള്ള ആളുകൾ നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിലേക്ക് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരും വെറുതെ സമയം മെനക്കെടുത്തായിരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുക. നിങ്ങൾ ഒപ്പീനിയൻ ഒന്നും രേഖപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പറയില്ല. അറിഞ്ഞു വെക്കുക. ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. നന്ദി.